السلام عليكم الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله ما بعد ആദരണീയരായ സാധാരണ പണ്ഡിതന്മാർ ഇവിടെ ഒരുമിച്ചുകൂടിയ മറ്റു പൗരപ്രമാണിമാർ ഉമ്മമാർ സഹോദരിമാർ ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ച് കൂടൽ ആഖിറത്തിൽ കണ്ണുകളൊക്കെ ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് അല്പനേരം കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരും. ഇനി നമ്മൾ ബഹുമാനപ്പെട്ട ഖുറത്ത് സാദാത്തുകളുടെ ഓമനപുത്രൻ അവരുടെ പ്രഭാഷണം ദുആക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് സംസാരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങൾ ഉറക്കെ സംസാരിക്കാനുണ്ട്. നീട്ടി സംസാരിക്കുകയല്ല. ബഹുമാനമുള്ള മോമിനികളെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനിച്ച ഏതൊരാളും മരിക്കണം. ചിലരുടെ മരണം നമ്മെ ദുഃഖിപ്പിക്കലുണ്ട്, വളരെ പ്രയാസപ്പെടുത്തലുണ്ട്. കൂട്ടത്തിൽ മറ്റു ചിലരുടെ മരണം അങ്ങേറ്റം വേദനിപ്പിക്കാറുണ്ട്. അങ്ങനെ ഈ മൂന്നാമത്തെ വിഭാഗത്തിൽ പെട്ട അവരുടെ മരണമായിരുന്നു നമ്മുടെ ഖുറത്ത് സാദാത്ത് തങ്ങളുടേത്. തങ്ങളെ സംബന്ധിച്ച് അവിടുത്തെ ബഹുമാനങ്ങളും ആദരവുകളും കറാമത്തുകളും ധാരാളം എണ്ണാനുണ്ട്. നമുക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. അങ്ങനെ അത്തരം കറാമത്തുകളൊക്കെ ഇപ്പൊ എണ്ണുകയല്ല ഞാനിവിടെ ചെയ്യുന്നത്. കറാമത്തിൽ വെച്ച് ഏറ്റവും വലിയ ബഹുമാന കറാമത്ത് എന്താണ്? അല്ലാഹുവിന്റെ പരിശുദ്ധമാകപ്പെട്ട ദീൻ മുറുകെ പിടിച്ചിട്ട് ജീവിക്കുക എന്നതാണ്. അതല്ലേ മഹാന്മാർ പറഞ്ഞത്? കുറെ അത്ഭുതങ്ങളും മറ്റെല്ലാം അതിഷ്ടം പോലെ ഉണ്ട്. അതിനേക്കാളും വലുതാണെന്നാണല്ലേ മഹാന്മാർ പറഞ്ഞത്. തഖ്വ, ഇസ്തിഖാമത്തോടുകൂടെ പരിശുദ്ധ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിക്കുക. ഈ സമകാലിക പണ്ഡിതന്മാര് അല്ലെങ്കിൽ മറ്റു പലരുടെയും ഇടയിൽ ഇത്രയും കടുകട്ടിയുള്ള ഈമാൻ, പരിശുദ്ധതയിൽ മുറുകെ പിടിച്ച് ലവലേശം പോലും ആ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ലാത്തവരുടെ ജീവിതം നമുക്ക് ആരും കാണാൻ കഴിയില്ല. കാലം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പരിഷ്കാരങ്ങൾ, തഗയ്യുറുകൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുമ്പോൾ ബഹുമാനപ്പെട്ട ആ പഴയ നിലപാട്, ആ പഴയ അവസ്ഥ അല്പപോലും ദീനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ചയില്ല. അതാണ് നാടിന്റെ പല ഭാഗത്തും മഹാനവരുടെ ദറജകളെ ഉയർത്തിയതെന്നാണ് വിനീതനായ ഞാൻ മനസ്സിലാക്കുന്നത്. ഹാലു റജുലിൻ അൻഫഉ ഫീ അൽഫി റജുലിൻ മിൻ വഅളി അൽഫി റജുലിൻ ഫീ റജുലിൻ. 1000 ആളുകൾ കൂടി ഒരു വ്യക്തിക്ക് വഴന്ന് പറഞ്ഞ് ഉപദേശിച്ച് അവനെ നന്നാക്കിയെടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞില്ലെന്ന് വരാം. അതേ സമയത്ത് ഒരു മനുഷ്യന്റെ നല്ല അവസ്ഥ, പരിശുദ്ധ ദീനി മുറുകെ പിടിച്ചുള്ള തഖ്വയോടുകൂടിയുള്ള അല്ലാഹുവിനെ മാത്രം ഭയപ്പെട്ടുള്ള ആ ജീവിതം, ആ അവസ്ഥ ഒരു മനുഷ്യന്റെ അത് 1000 മനുഷ്യന്മാരെ നന്നാക്കിയേക്കാമെന്ന് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയത്. അത് നമുക്കിവിടെ പുലർന്നു കാണുന്നു. അതല്ലേ നമ്മളെല്ലാവരും കണ്ടത്? ഒരു വിട്ടുവീഴ്ചക്കും ബഹുമാനപ്പെട്ടവർ ഇല്ല. പല മഹല്ലുകളിലും ചില വിഷയങ്ങളിലേക്ക്, ചില ഖളാവുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ അഭിപ്രായത്തിലേക്ക് ഉണ്ടാവാം. അതൊക്കെ
പരിശുദ്ധ ദീനിന്റെ വിട്ടുവീഴ്ച ഇല്ല എന്ന കടും പിടുത്തത്തിന്റെ പേരിലായിരുന്നു നമ്മൾ മനസ്സിലാക്കുക. ഏതെങ്കിലും മനുഷ്യനെ തൃപ്തിപ്പെടുത്താനോ ആരെങ്കിലും രാഷ്ട്രീയക്കാരെ തൃപ്തിപ്പെടുത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും മുതലാളിമാരെ തൃപ്തിപ്പെടുത്താനോ അതൊന്നുമല്ല. ദീനിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. അതായിരുന്നേ ആയിരങ്ങളെന്നല്ല, പതിനായിരങ്ങളെന്നല്ല, ലക്ഷക്കണക്കിന് ജനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ബഹുമാനപ്പെട്ട തങ്ങളുടെ ജീവിതം ആ പെരുമാറ്റത്തിലുണ്ടായിരുന്നു. ഞാൻ നീട്ടി സംസാരിക്കുകയല്ല, ഞങ്ങൾക്ക് വേറെ പുത്രന്റെ വേറെ വിഷയങ്ങളൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. തങ്ങന്മാരേരുണ്ട് സംസാരിക്കാൻ, മനസ്സിലായില്ലേ? അങ്ങനെ പരിശുദ്ധ മുറുകെ പിടിച്ചു തഖ്വയോടുകൂടെ. ഞാൻ നേരത്തെ മദനി ഉസ്താദ് ബഹുമാനപ്പെട്ട തങ്ങളുടെ കൂടെ ശരീക്കായിട്ട് ദീർഘകാലം ഒന്നിച്ചിട്ടുണ്ടായ ആളാണ് അബൂബക്കർ മദനി ഉസ്താദ് ഉള്ള വിഷയങ്ങളൊക്കെ ഞാനിങ്ങനെ കുറേ കേട്ട് മനസ്സിലാക്കി. ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പൊ പോവുകയല്ല. അങ്ങനെ അതിന് പുറമെ വീട്ടിൽ സംസാരിക്കാനുള്ള സമയമില്ല, മനസ്സിലായി? അങ്ങനെ തഖ്വയോടുകൂടെയുള്ള ജീവിതം, മഹാന്മാരാകുന്ന ആരിഫീങ്ങൾ, ഔലിയാക്കൾ, ബഗ്ദാദ് ഖുതുബുൽ ഖദാദ് സയ്യിദ് അബ്ദുൽ ഖാദിർ ജിലാനി ഒരുമായുള്ള ബദരീങ്ങളുമായുള്ള അഭേദ്യമായിരിക്കുന്ന ബന്ധം. ഞാൻ പറയുമ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞത് സത്യമാണ്. ഏത് പ്രശ്നങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഖുറത്തു സാദാദിന്റെ അടുത്ത് പോയാലും ബദരീങ്ങൾക്ക് 40 യാസീൻ ഒറ്റ മൂല്യമായിരിക്കും വരുന്നത്, അല്ലേ? നീ പോകാതെ നീ എന്നെ പറ്റി ഓതിട്ട് നോക്ക്. പലരും ചോദി പലർക്കും എന്തിനാ പോടെ അവിടെ 40 യാസീൻ ഞങ്ങളുടെ പല്ലിരുന്നിട്ട് ഓതിക്കരായില്ലേ? ഓതിട്ട് നോക്ക്. വലിയ വ്യത്യാസമുണ്ട്. മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ കറാമത്ത് ഖൂറത്ത് തങ്ങളിലൂടെ പ്രദർശിപ്പിക്കപ്പെട്ടു എന്ന് അതിനെപ്പറ്റി വിലയിരുത്താനും വേണ്ടി ലോഡ് കണക്കിന് യാസീനുകളാണ് ഖൂറത്ത് തങ്ങൾ മുഖേന മഹാന്മാരാകുന്ന ബദരീങ്ങളുടെ തിരുഹദറത്തിലേക്ക് എത്തി കൊടുത്തത്. അത് ബദരീങ്ങൾ ഖൂറത്ത് തങ്ങൾ മുഖേനയാണ് പോകുന്നത്. എത്ര ആയിരം ആളുകൾ ഉണ്ടാവോ, എത്ര ലക്ഷം ആളുകളുണ്ട് 40 യാസീൻ ഓതാത്ത തങ്ങൾ ഉപദേശപ്രകാരം കാര്യങ്ങൾ പരിഹരിക്കുന്നു, ബദരീങ്ങൾ സഫലീകരിച്ചു കൊടുക്കുന്നു തങ്ങളെ മുഖേന. അങ്ങനെ എന്തെല്ലാം പറയാനുണ്ട്? മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനിയുമായുള്ള ബന്ധം മരിക്കുന്ന കാലഘട്ടത്തിൽ സന്ദർഭത്തിൽ ഞാൻ പോവുകയാണ്, ഞാൻ മുഹീദ്ദീൻ ശൈഖിന്റെ അടുത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞുവല്ലോ. ഓർമ്മപ്പെടുത്ത തങ്ങളെ വാക്കന്നെ ഞാൻ കേട്ടത്. അപ്പൊ ചിലർ തോന്നി മരിച്ചിട്ട് പോകുന്നത് മുഹീദ്ദീൻ ശൈഖിന്റെ അടുത്തേക്കാ, അള്ളാന്റെ അടുത്തേക്കല്ലേ വന്നേ? ഞാനൊന്നും നീ മരിച്ചിട്ടൊന്നും അള്ളാന്റെ അടുത്തേക്ക് പോകുന്നില്ല. ഓൻ വിചാരിച്ചാൽ അള്ള ഇടയോ കുത്തിരിക്കേണ്ടത്. അങ്ങനെ അള്ളാന്റെ അടുത്തേക്ക് എല്ലാവരും ഓടുകയാണ് മരിച്ചിട്ടൊന്നും. അത് പഠിച്ചിട്ടില്ല, ദീൻ പഠിച്ചിട്ടില്ല. മരിച്ചാൽ മുഅ്മിനീങ്ങളുടെ റൂഹുകൾ അർവാഹുകളിൽ ശേഖരിച്ച് എഴുത്ത് വെക്കാൻ സൂക്ഷിച്ചു കൊടുത്ത സ്ഥലം വേറെയുണ്ട്. കാഫിറുകളുടെ റൂഹുകളൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ട സ്ഥലം വേറെയുണ്ട്. പിന്നീട് പറഞ്ഞത് അത് മഹാന്മാരാകുന്ന ഖുർആനിലൂടെ പഠിപ്പിച്ചു തന്നു. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽകി വഅല്ലംതനി മിൻ തഅവീലിൽ ഹദീസി ഫാത്തിറസ് സമാവാതി വൽ അർദ് أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. യൂസുഫ് നബി അലൈഹിസ്സലാം മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, മഹത്തുക്കളുടെ അർവാഹുകളുടെ കൂടെ എന്റെ റൂഹിനെ നീ പെടുത്തണേ, എന്നെ കൂട്ടണേ. മഹാനായ നമ്മൾ ഒന്നുകാരനോടായിരിക്കുന്നു. പഠിച്ചവനെ ഞങ്ങളെ നീ മരിച്ചിട്ട് നമ്മുടെ മഹാന്മാരാകുന്ന ആരിഫീങ്ങൾ, ഔലിയാക്കന്മാരോടൊപ്പം നമ്മളെ അർവാഹുകളെയും കൊണ്ട് കൂട്ടണം. അതിന് സുഖ, അത് ചില്ലറ വിഷയമല്ല, എളുപ്പല്ല. അങ്ങനെ മരിച്ചിട്ട് ഡയറക്റ്റ് അള്ളാഹ്ക്ക് പോവാം. അള്ളാഹ്ക്കല്ലേ പോകേണ്ടത്? മരിച്ചിട്ട് പഠിക്കാത്ത കാര്യങ്ങൾ പറയാ. അതുകൊണ്ട് സുഹൃത്തുക്കളെ കുറെ വിഷയം പറയാൻ നേരെ ഇല്ല. എത്രയോ വിഷയങ്ങൾ നമുക്ക് പറയാനൊന്നുണ്ട്. എവിടുന്ന് തുടങ്ങണം, ഇവിടെ വെക്കണമെന്ന് കിട്ടാത്ത സ്ഥിതിയിലാണ് അർഹമുർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല
മഹാനവരുടെ ബർക്കത്ത് അല്ലാഹു നിലനിർത്തി തരട്ടെ. നമ്മുടെ സ്ഥാപനത്തിന്റെ വലിയ അത്താണിയായിരുന്നു ഞങ്ങൾക്ക്. മറ്റുള്ളവരുടെ വിഷയം വിടാം, ഞങ്ങളുടെ വിഷയം ഞങ്ങൾ പറയുന്നു. അങ്ങനെ അവരുടെ മകനോട് നേരത്തെ സംസാരിച്ചു. ഓൻ പറഞ്ഞു ഉപ്പാന്റെ തീരുന്നോട്ടം എപ്പോഴും ഉണ്ടാവും, ഉപ്പാന്റെ മദത് എന്നും ഉണ്ടാകും. അൽഹംദുലില്ലാ, അല്ലാഹു അങ്ങനെ തന്നെ ആക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങളോട് പിന്നെ എല്ലാവിധ പൊരുത്തവും അല്ലാഹു ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ. ആ ബഹുമാനപ്പെട്ടവരുടെ ജീവിതം മാതൃകയാക്കി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിരാമം. അസ്സലാമു അലൈക്കും.